അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് 3ാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിച്ച അഖീദയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് വായിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ ഖാതിമിൻ നബിയീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈമാൻ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിലൂടെ പഠിപ്പിക്കുന്നത്. എന്താണ് ഈ പാഠം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ വിശ്വാസം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഏകനായ ഒരുവനായ ഈ ലോകം നിയന്ത്രിക്കുന്ന ശക്തിയാണ് അള്ളാഹു. ആ അള്ളാഹു വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്നാൽ മാത്രമേ വിശ്വാസിയാവുകയുള്ളൂ, മുഅ്മിനാവുകയുള്ളൂ. മറ്റൊരു പോയിന്റ്, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെയും നമ്മുടെയും സിഫത്തിൽ വ്യത്യാസത്തെക്കുറിച്ചാണ്. അള്ളാഹു കേൾക്കുന്നു, നമ്മളും കേൾക്കുന്നു. അള്ളാഹു കാണുന്നു, നമ്മളും കാണുന്നു. അള്ളാഹു അറിയുന്നു, നാം അറിയുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ കേൾവിയും നമ്മുടെ കേൾവിയും വലിയ വ്യത്യാസമുണ്ട്. അള്ളാഹുവിന് കേൾക്കാൻ ഒരവയവത്തിൻ്റെ സഹായമില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന് ദൂരപരിധിയില്ല. എവിടുന്ന് കേൾക്കാനും എവിടുന്ന് കാണാനും എവിടുന്ന് അറിയാനും കഴിയും. നമുക്ക് കേൾക്കണമെങ്കിൽ കേൾക്കാനുള്ള ചെവി വേണം, കാണാനുള്ള കണ്ണ് വേണം. അതുപോലെ തന്നെ നമുക്കൊരു ദൂരപരിധിയുണ്ട്, കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ. ചുരുക്കത്തിൽ അള്ളാഹുവിനോട് സൃഷ്ടിയും തുല്യമല്ല എന്നർത്ഥം. 2ാം ക്ലാസ്സിൽ ഈമാൻ കാര്യങ്ങളെക്കുറിച്ച് ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പാട്ട്? അറിയുക ഈമാൻ കാര്യങ്ങൾ, ആറിലും വേണം വിശ്വാസം. അള്ളാഹുവിലും പിന്നെ മലക്കുകൾ, 4 കിതാബിലും വിശ്വാസം. മുർസലുകളിലും അന്ത്യദിനത്തിലും വേണം കൂടെ വിശ്വാസം. നന്മയും തിന്മയും റബ്ബിൻ ഖദർ, ആരും പാടി ഈ നിമിഷം. ഈമാൻ കാര്യങ്ങൾ 6 കാര്യങ്ങളാണ്. 6 കാര്യങ്ങളിലാണ് ഈ പദ്യത്തിലൂടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാഠത്തിലും 3ാം ക്ലാസ്സിലെ ഈ പാഠത്തിലും ഈമാൻ കാര്യങ്ങൾ അറബിയിൽ പഠിപ്പിക്കുന്നുണ്ട് പാട്ടിലൂടെ. ഇനി നമുക്ക് വായിക്കാം. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അവ 6 ആകുന്നു. ഒരു പദ്യത്തിലൂടെ നമുക്ക് പഠിക്കാം. അറബിയിലുള്ള പദ്യമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്തതിലൂടെ ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. നാം കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകങ്ങളും പടച്ചതും അവയെ പരിപാലിക്കുന്നതും അള്ളാഹു ആകുന്നു. അവൻ ഒരുവനാണ്, അവനൊരു കൂട്ടുകാരുമില്ല. അവൻ ആദ്യവും അവസാനമില്ലാത്തവനാണ്. അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവൻ്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയുമില്ല. നമുക്കതിനെല്ലാം പരിധിയുണ്ട്. അവനെ മാത്രമേ നാം ആരാധിക്കാവൂ. ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ളത്. ആരാധനക്കർഹൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. ഇത് അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ്. ഇതൊക്കെ അള്ളാഹുവിന് മാത്രം ഉള്ള വിശേഷണങ്ങളാണ്. ഉത്തരമെഴുതാം. ചോദ്യം 1. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ 3 എഴുതാം. നാം കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകങ്ങളും പടച്ചതും അവയെ പരിപാലിക്കുന്നതും അള്ളാഹു ആകുന്നു. 2ാമത്തെ കാര്യം, അവൻ ഒരുവനാകുന്നു, അവൻ ഒരുവനാണ്. 3ാമത്തെ കാര്യം, അവന് ഒരു കൂട്ടുകാരുമില്ല. ഇനി 2ാമത്തെ ചോദ്യം എന്താണ്? ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന്? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. 3ാമത്തെ ചോദ്യം, നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം? അറിവിനും കാഴ്ചക്കും കേൾവിക്കും
ഇനി രണ്ടാമത്തെ ശിഖൻ പൂരിപ്പിക്കാനാണ്. ആ ബെയ്ത്താണ് പൂരിപ്പിക്കേണ്ടത്. ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വറുസുലി വയൗമിത് തഹ്ലുക. തഹ്ലുക വരെയുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കാം. അല്ലാഹു തആല നമ്മുടെ ഈമാനൊക്കെ വിശ്വാസമൊക്കെ പൂർണ്ണമാക്കി തരത്തിലാക്കട്ടെ. പൂർണ്ണമായ വിശ്വാസം അല്ലാഹു നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.